ഈ കുറ്റം നടന്നപ്പോൾ പ്രധാന പ്രതിയായിട്ടുള്ള ധർമ്മരാജൻ ഏറ്റവും ആദ്യം വിളിച്ചത് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയാണ്, അദ്ദേഹത്തിന്റെ മകനെയാണ്. ഏറ്റവും ആദ്യം അങ്ങ് വന്നത് ബി.ജെ.പിയുടെ പാർട്ടി ഓഫീസിലേക്കാണ്. അതുപോലെ ബി.ജെ.പിയുടെ മധ്യമേഖല ചുമതലക്കാരനും ജില്ലാ ട്രഷററും അടക്കമുള്ള നേതാക്കന്മാർ അവിടെ ഓടിയെത്തി. അപ്പോൾ കൃത്യമായി ബി.ജെ.പിയുടെ പങ്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. 3.5 കൊല്ലം ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലും നിർദ്ദേശവും എല്ലാം ഉണ്ടായിട്ട് പൊടി തട്ടിയെടുത്ത് ഇപ്പോ ഒരു കുറ്റപത്രം കൊണ്ടുപോയി സമർപ്പിച്ചിരിക്കുന്നു. എല്ലാ ബി.ജെ.പി നേതാക്കന്മാരെയും എക്സോണറേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഈ ആരോപണത്തിൽ ബി.ജെ.പിക്ക് പങ്കില്ല എന്ന രൂപത്തിലാണ്, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൊണ്ടുവന്ന പണമാണ് എന്ന രൂപത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇ.ഡി എത്ര തരംതാണ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി അധംപതിച്ചിരിക്കുന്നു. 3.5 വർഷം ആ കേസിൽ അടയിരുന്നതിന് ശേഷമാണ് ഇ.ഡി ഇന്ന് ബി.ജെ.പി നേതാക്കന്മാരെ കുറ്റവിമുക്തരാക്കി ഒരു തരത്തിലും ഇത് കുഴൽപ്പണമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. ഏകദേശം 1,16,00,000 രൂപ പണമായിട്ട് കണ്ടെത്തി. 77,000 രൂപയുടെ കൃത്യമായിട്ടുള്ള സ്വർണവും വാച്ചും എല്ലാം കണ്ടെത്തി. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം കണ്ടെത്തി. 3.5 കോടി രൂപ പോലീസ് കയ്യോടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ